ആലപ്പുഴയിലെ തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. ഖനനവുമായി ബന്ധപ്പെട്ട് KMMRL-ന് യാതൊരു അനുമതിയും നൽകിയിട്ടില്ലെന്ന് കേന്ദ്രം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഖനനമല്ല, പ്രളയം ഒഴിവാക്കാനുള്ള മണ്ണ് നീക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. തോട്ടപ്പള്ളിയിൽ മണ്ണ് നീക്കുന്നതിന്റെ മറവിൽ ഖനനം നടക്കുന്നുവെന്നാണ് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ഉയർത്തിയ വാദം. നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതി അത് വിസമ്മതിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകി. ഈ നോട്ടീസിനുള്ള മറുപടിയിലാണ് ഖനനവുമായി ബന്ധപ്പെട്ട് KMML-ന് ഒരു അനുമതിയും നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. ഖനനമല്ല നടക്കുന്നതെന്നും സ്പിൽവേയിൽ തടസ്സമില്ലാതെ വെള്ളം ഒഴുകാനുള്ള മണ്ണ് നീക്കം ചെയ്യുകയാണെന്നാണ് കേരളത്തിന്റെ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഖനനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് തോട്ടപ്പള്ളിയിൽ ശക്തമായ സമരം നടക്കുന്നുണ്ട്. ലോഡ് കണക്കിന് മണലുകൾ പൊഴിമുറിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുപോകുന്നുണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം. തോട്ടപ്പള്ളി സ്വദേശി സുരേഷ് കുമാർ, സീതിലാൽ എന്നീ ഹർജിക്കാർക്കായി അഭിഭാഷകൻ ജെയിംസ് P. തോമസ് ആണ് ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത്. ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറുപടികൾ വിശദമായി പരിശോധിച്ചുകൊണ്ടായിരിക്കും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുക. 24 ഡൽഹി. R. അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, കേന്ദ്രവും കേരളവും നിലപാട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുകയാണ്. നീക്കുന്ന മണൽ എങ്ങോട്ട് പോകുന്നു, അതെന്തു ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നു. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്താകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? വേണു, ഈ തോട്ടപ്പള്ളിയിലെ ഈ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഹർജിക്കാർ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങാതെയാണ് ഇത്തരത്തിൽ ഈ കരിമണൽ ഖനനം ഇവിടെ സർക്കാർ നടത്തുന്നത്. ഒപ്പം ഇവിടെ ഈ ഖനനത്തിൻ്റെ പേരിൽ ലോഡ് കണക്കിനാണ് മണൽ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് എന്നടക്കമുള്ള വാദങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ മറുപടിയായി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് ഈ കമ്പനിക്ക് KMML-ന് അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഖനനമല്ല, മറിച്ച് പ്രളയം ഉണ്ടാകാതിരിക്കുവാനുള്ള മുൻകരുതലിൻ്റെ ഭാഗമായി അവിടെ നിന്ന് മണ്ണ് മാറ്റുകയാണ്, നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിലെ മറുപടി അത് ഒരുപക്ഷേ ഈ സുപ്രീം കോടതി നിരീക്ഷിച്ച ഇത് സംസ്ഥാനത്തിന് മേലൊരു വിമർശനത്തിന് ഒരുപക്ഷെ ഇടയാക്കിയേക്കും. കാരണം ഇത്രയും ജനകീയ പ്രക്ഷോഭങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയ ഈ കേന്ദ്ര സർക്കാർ അനുമതിയില്ലാതെ നടത്തുന്ന ഖനനം, ഇതുൾപ്പെടെയുള്ളവ പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിന് മേൽ ഒരു വിമർശനം അത് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള ഇടയാകും എന്നതിൽ ഈ കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലം നയിച്ചേക്കുമെന്നുള്ളത് കൂടി ഈ മുൻപിലുണ്ട്. ഒപ്പം തന്നെ സർക്കാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ഈ കാര്യങ്ങൾ എന്നുള്ളത് ഇവിടെ ഈ ഖനനവുമായി ബന്ധപ്പെട്ടല്ല, മറിച്ചൊരു മുൻകരുതലിൻ്റെ ഭാഗമായാണ് ഈ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ സമരങ്ങൾ നടന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഏതൊക്കെ തരത്തിലുള്ള സമരങ്ങൾ നടന്നാലും ഇവിടെ നിന്ന് ഈ മണൽ നീക്കം ചെയ്യുന്നത് തുടരുമെന്നുള്ളതാണ്. അത് ഇവിടുത്തെ ഈ പ്രളയം സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു മുൻകരുതലിൻ്റെ ഭാഗമായി നടത്തുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വാക്പോരുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. സുപ്രീം കോടതി എന്നാൽ ഈ ഹർജിയിലൂടെ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം ഈ സർക്കാരിൻ്റെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യമായിരുന്നു. പക്ഷേ അന്ന് സുപ്രീം കോടതി അത് വിസമ്മതിച്ചുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകുന്നത്. ആ നോട്ടീസിന്മേലാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിലെ നിലപാട് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം കേരളം നേരത്തെ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലെ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഹർജി പരിഗണിക്കുമ്പോൾ ഈ കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഫയൽ ചെയ്ത സത്യവാങ്മൂലങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നടപടിയായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. R. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.